അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അല്ലേ. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പമുള്ള സൗഖ്യമായ ജീവിതമാണ്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർ നമുക്കെല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകും. കെട്ടിച്ചു വിട്ടാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അവർ നമ്മുടെ ഒപ്പം വേണം എന്ന് തന്നെയാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വിവാഹം കഴിച്ച് നമുക്ക് കുട്ടികളായി ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അപ്പയാ തിരിയുക, നമ്മുടെ സഹോദരിമാർക്കൊക്കെ അപ്പയാ തിരിയുക. നമ്മൾ ഒരു വിവാഹം കഴിച്ച് നല്ലൊരു നിലയിലേക്കെത്തി നമ്മൾ ദാമ്പത്യ ജീവിതം തുടരുമ്പോഴാണ് അതൊക്കെ നമുക്കും തിരിച്ചറിയാം, അതിൻ്റെ എത്രത്തോളമാണ് അതിൻ്റെ ആ ഒരു വേദന കാര്യങ്ങളൊക്കെ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, സ്വന്തം മകളെ കാണാൻ വേണ്ടിയിട്ട് ഒരച്ഛന്, ഒരു വിമുക്ത ഭടനും കൂടെയാണ് അദ്ദേഹം തൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോയ സമയത്ത് ഒരു CCTV ദൃശ്യമാണ്. തൻ്റെ മരുമകന് ഈ ഭാര്യയുടെ അച്ഛനെ വളരെ മോശമായിട്ട് തെറി പറയുക, ചീത്ത പറയുക, ആട്ടിവിടുക. പോയതെന്തിനറിയോ? ചില ഉപ്പമാർക്കുണ്ടാവും അവിടെ പേരക്കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. ഈ പേരക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് അത്രേ ആ പ്രിയപ്പെട്ട അച്ഛന് പോയിട്ടുള്ളത്. മനസ്സിലാക്കണം, സ്വന്തം മകളുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങന്മാരുടെ മക്കളൊക്കെ എൻ്റെ ഉപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അവർ എന്ത് ചെയ്താൽ എന്ത് പറഞ്ഞാലും അത് ചെയ്ത് കൊടുക്കുക, വാങ്ങിക്കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അവരോട് വല്ലാത്തൊരു സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് മകൻ്റെ മക്കളെയും പെൺമക്കളുടെ മക്കളെയൊക്കെ ഈ ചില ഉപ്പമാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഒരു അച്ഛന് സ്വന്തം മകളെ കാണാൻ വേണ്ടിയിട്ട്, മകളുടെ മക്കളെ കാണാൻ വേണ്ടിയിട്ട്, ആ കുട്ടികളൊന്ന് കാണാൻ, 2 പെൺകുട്ടികൾ ആ CCTV ദൃശ്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അടുത്തേക്ക് പോയതാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വളരെ ക്രൂരമായി വിഷമിപ്പിക്കുന്ന രീതിയിൽ ആ അച്ഛൻ അവിടെ നാട്ടിവിടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ചങ്ങാതി സ്വന്തം മരുമകന്, മകൾ വന്നിട്ട് തടുക്കുന്നുണ്ട്, മകള് അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാളതൊന്നും വകവെക്കുന്നില്ല. ഈ ചങ്ങാതി, സ്വന്തം ഭർത്താവ്, അയാൾ ഭയങ്കരമായിട്ട് ഈ അച്ഛനോട് കയർത്ത് സംസാരിക്കുകയാണ്. പക്ഷെ ഏറ്റവും ഒരു സങ്കടം തോന്നിയ കാഴ്ച എന്തറിയോ? അവിടെ ഉണ്ട് ആ പെൺകുട്ടി, ആ സഹോദരിയുടെ ആ ഒരു മകളുടെ മക്കളുണ്ടല്ലോ, പേരക്കുട്ടികൾ. ആ കുട്ടികളുണ്ട് സ്വന്തം മുത്തച്ഛനെ ഇങ്ങനെ അച്ഛൻ ചീത്ത പറയുന്നതും മറ്റുമൊക്കെ കണ്ടിട്ട് വളരെ വിഷമത്തോടു കൂടെ 2 പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് നമുക്ക് അതിലേറെ സങ്കടം തോന്നിയത്. പടച്ചോനെ, ഇതിങ്ങനെ ആ കുട്ടികൾ കാണുമ്പോൾ എത്രത്തോളമായിരിക്കും ആ ഒരു കുട്ടികളുടെ വിഷമം അല്ലേ. നമുക്ക് തന്നെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അത് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എത്രത്തോളം ആ ഒരു സമയത്ത് വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭാര്യയുടെ ഉപ്പ, അച്ഛൻ, അത് നമ്മുടെയും അച്ഛനും ഉപ്പയൊക്കെ തന്നെയാണ്. അമ്മയും ഉമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് നമ്മുടേതും ഉമ്മയും അമ്മയുമാണ് നമ്മൾ മനസ്സിലാക്കണം. തിരിച്ചും ഭർത്താവിൻ്റെതും അങ്ങനെ തന്നെയാണ്. അവരുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കളാണ് എന്ന് ഓരോ സഹോദരിമാരും മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തറിയോ, വലിയ ഒരു നഷ്ടമാണ് നമുക്ക് വന്നെത്തുന്നത്. നമ്മുടെ ഇതുപോലുള്ള വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മാതാപിതാക്കളെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ ആ ഒരു അച്ഛന് അവിടുന്ന് ഈ ഒരു കാരണം കൊണ്ട് വളരെ വേദന അനുഭവിച്ചിറങ്ങിപ്പോയി. മനസ്സിനകത്ത് തിങ്ങി 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 ഈ ഒരു വിഷമം അവിടെ കിടന്ന് ആ മനുഷ്യന് അവിടുന്ന് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനസ്സിലാക്കണം, കൽബിനകത്ത് ഇത് തിങ്ങിക്കിടന്നിട്ട് ആ ഒരു മനുഷ്യൻ അവിടുന്ന് മരണപ്പെടുകയാണ്. ഒരു വിമുക്ത ഭടൻ, ഒരു പഴയകാല ഭടൻ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ അത്രത്തോളം സത്യം പറഞ്ഞാൽ ഒരു ധൈര്യമുള്ള ഒരാളായിരിക്കും. പക്ഷേ അയാളുടെ മനസ്സിനകത്ത് പോലും ഇത് വളരെ വേദനയേറി വേദനാജനകമായിട്ട് അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അല്ലേ. അയാളുടെ മനസ്സിൽ പോലും താങ്ങാൻ കഴിയാത്ത വിഷമമായി അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വാർത്ത എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? ഈ മകൾ പോയിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. അവർ അതിനൊരു മൈൻഡ് പോലും ചെയ്തിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ഇപ്പം നമ്മുടെ നിയമപാലകരൊക്കെ എന്താണ്, കണ്ണ് ചിമ്പുകയാണോ?
ഇങ്ങനത്തെ വലിയൊരു കേസ് ഉണ്ടായിട്ട് കണ്ണ് ചിമ്പുകയാണോ എന്ന് തോന്നിപ്പോയി. ഇപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സൈനികരോടും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്കൊരു ബഹുമാനം തോന്നുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ആ ഒരു സ്നേഹവും ബന്ധവും അവരോടുള്ളൊരു ഒരു ബഹുമാനം വന്ന് ആ മനസ്സിൽ വന്ന ആ ബഹുമാനം അതറിയാതെ നമ്മളിത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് തോന്നിപ്പോകുകയാണ് അല്ലേ. കാരണം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അച്ഛന് സ്വന്തം മകളുടെ ഭർത്താവിൻ്റെ ക്രൂരമായിട്ടുള്ള സംസാരവും ഇടപെടലും കൊണ്ട് അവിടെ നിന്ന് വളരെ വിഷമത്തിൽ അറ്റാക്ക് വന്നിട്ട് പ്രവർത്തനം കൊണ്ട് അവിടുന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാകും, മനസ്സിലാക്കണം, എത്രത്തോളം പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു സ്നേഹത്തോടെ സ്വന്തം മക്കളെ കാണാൻ വേണ്ടിയിട്ട്, പേരക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ അച്ഛനെയാണ് ഇങ്ങനെ ക്രൂരമായ രീതിയിൽ സംസാരം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവിടെ നിന്ന് കൊന്നു കളയാന്ന് പറയില്ല, അങ്ങനെ തന്നെ ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ ആ ഒരു സഹോദരിയുടെ പിന്നെ CCTV ദൃശ്യത്തിൽ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. ഈ ഒരു സഹോദരിയെ ഒഴിച്ചു കൊണ്ടുപോയിട്ട് ഈ ഒരു ആ ഒരു കട്ടയിട്ടൊക്കെ മുൻപിലൊക്കെ ചെയ്തിട്ടില്ല ആ സഹോദരി ബ്യൂട്ടി പാർലർ നടത്തണം. ആ ഒരു സഹോദരിയുടെ കടയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഈ സഹോദരി അതുപോലെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു CCTV ദൃശ്യം കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ ഒരു ചങ്ങാതി ഇത്രത്തോളം ക്രൂരനാണെങ്കിൽ എന്തിനാണ് ആ ഒരു ചങ്ങാതിയുടെ കൂടെ നിൽക്കുന്നത്? ഇപ്പോൾ ആ സഹോദരി തന്നെ പറയുന്നുണ്ട്, ഒരു സമയത്ത് എൻ്റെ സ്കൂട്ടർ കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ക്രൂരമായിട്ട് എന്നെ മർദ്ദിക്കുന്നുണ്ട് എന്നൊക്കെ. വീണ്ടും വീണ്ടും ക്രൂരമായി മർദ്ദനങ്ങൾ സഹിക്കുന്ന നമ്മളെ ആ ഒരു സഹോദരിയെ വേദനിപ്പിക്കുന്ന ഒരു ഭർത്താവാണ് തൻ്റെ ഭർത്താവെങ്കിൽ വീണ്ടും വീണ്ടും എന്തിനാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് എന്നാണ് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത്. അല്ലാഹു തആല നമ്മളെ, നമ്മുടെ പെൺമക്കളെ, നമ്മളെ ബന്ധപ്പെട്ട എല്ലാവരെയും ഇങ്ങനത്തെ ഷർറിൽ നിന്ന്, ക്രൂരമായ ഒരു സ്വഭാവത്തിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ മക്കൾ കെട്ടിച്ച് വിട്ടവരാണ്, അവിടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മളൊക്കെ അവരെ സ്നേഹിക്കുന്നവരാണ്, അവരെ നമ്മെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹം തകർക്കുന്ന രൂപത്തിലുള്ള പ്രവണതകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാ രീതിയിലും മുക്തമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.